Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? Today we will be learning a new chapter on physics. The name of the chapter is Equations of Motion. In this chapter we will deal with three equations of motion, and as we know, in our earlier classes we have studied about movement, distance, speed, velocity, etc. Let us revise some of the terms before entering into the topic. Okay, as you all know, what is motion? Equations of motion ആണ് പഠിക്കുന്നത് അല്ലേ? So we need to know what is motion. Motion എന്ന് പറഞ്ഞാൽ എന്ത്? It is a movement of a body from one place to another. Any object or a body, if it moves from one place to another, with respect to the observer, it is called motion. Movement of any object from one place to another. From one place to another is called a what? Motion. ഈ മോഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്സർവറിൻ്റെ ഫ്രണ്ടിൽ ഒരിപ്പോൾ കാറ് പോകുന്നു. ഒബ്സർവറിനെ വെച്ച് നോക്കുമ്പോൾ കാറ് മൂവ് ചെയ്യാണ്, ഒബ്സർവർ സ്റ്റില്ലാണ് അല്ലേ? അതാണ് വിത്ത് റെസ്പെക്റ്റ് ടു ഒബ്സർവർ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്റ്റ് ടു ഒബ്സർവർ എന്ന് ചേർക്കണം. ബിക്കോസ് ഇഫ് എ കാർ ഈസ് മൂവിങ്, I am observing it, I am standing still, with respect to the observer the car is moving, right? Movement of any object from one position to another position with respect to the observer is called motion. അപ്പോൾ മോഷൻ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് വരും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ it is the total length of the moved position, the total length of the actual path, total length of the actual path, total length of the actual path. Total length of the actual path. Total length of the actual path covered by an object. ആ ഒബ്ജക്റ്റ് എത്രയാണ് കവർ ചെയ്തത് അല്ലേ? എത്ര നീളത്തിലുള്ള പാത്താണ് കവർ ചെയ്തത്, അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് പോലെ വേറൊരു വാക്കുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു എ എന്നൊരു പൊസിഷനുണ്ട്, ഒരു ബി എന്നൊരു പൊസിഷനുണ്ട്. കൺസിഡർ എ പോയിൻറ്റ് എ ആൻഡ് ബി. We are moving from A to B in the path like this. Can we move from A to B like this? Yes, we can move from A to B like this also, right? അതും ഡിസ്റ്റൻസ് ആണ്. A to B ഇങ്ങനെ മൂവ് ചെയ്താലും ഡിസ്റ്റൻസ് ആണ്, ഇങ്ങനെ ഈ പാത്തിൽ കൂടെ മൂവ് ചെയ്താലും ഡിസ്റ്റൻസ് ആണ്. പക്ഷേ the shortest distance from A to B will be called displacement. The shortest distance from A to B will be called displacement. അപ്പോൾ displacement എന്താണ്? The shortest distance between initial position to final position. The shortest distance between initial position to final position of an object. Initial position to final position of an object in a given direction. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് സ്കെയിലറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്. ബിക്കോസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും കഴിഞ്ഞിട്ട് സ്പീഡ് മെൻഷൻ ചെയ്യാം. വാട്ട് ഈസ് സ്പീഡ്? What is speed? Distance traveled by the object in given time. Distance traveled in a given time.
ഡിസ്റ്റൻസ് ബൈ ടി അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഗിവൺ ഒബ്ജക്റ്റ് ഇൻ എ ഗിവൺ ടൈം. ഇപ്പോൾ ഡി ബൈ ടി, ഡിസ്റ്റൻസ് ബൈ ടി ആണ് സ്പീഡ്. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഇനി വെലോസിറ്റി പഠിക്കാം. വെലോസിറ്റി എന്താണ്? ഇത് സ്കെയിലറാണ്. അപ്പോൾ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഡയറക്ഷൻ ഓൾസോ. സ്പീഡിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വെലോസിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ട്. സോ വെലോസിറ്റി ഈസ് ദി സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷൻ. സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷൻ. Speed of the object in a definite direction. So speed in the unit meter per second ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബട്ട് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സ്പീഡിൻ്റെ വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് സ്പീഡ്? ഡിസ്റ്റൻസ് ബൈ ടൈം. വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് സ്പീഡും ഡിസ്റ്റൻസും ആണ്. ഓക്കെ, നൗ let's enter into the subject. One more word we have to know is acceleration. After velocity, please write acceleration. After that, we will enter the topic acceleration. Acceleration. What is acceleration? Acceleration എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് ഇൻ എ ഗിവൺ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഓബ്ജെക്റ്റ്. എഴുതിക്കോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഓബ്ജെക്റ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് an object in a given time. Change in velocity of an object in a given time ആണ് എന്ത്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വൈ? ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ എങ്ങനെയാ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇൻ എ ഗിവൺ ടൈം സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ചെയ്യുമ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ ആക്സിലറേഷൻ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നൗ വി നോ ദാറ്റ് എവറി ഓബ്ജെക്റ്റ് ഇൻ ദ എർത്ത് ഫോൾസ് ഡൗൺ അല്ലേ? എന്തുകൊണ്ടാണ് എല്ലാ ഒബ്ജക്റ്റും താഴോട്ട് വീഴുന്നത്? ഏതിപ്പം മാർക്കറായാലും പെന്നായാലും ആപ്പിൾ ആയാലും എന്തായാലും വസ്തുക്കൾ താഴോട്ടാണ് വീഴുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് എർത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും താഴോട്ട് വീഴുന്നു അല്ലേ? ഫോൾ ചെയ്തു അല്ലേ? അത് ആര് കണ്ടുപിടിച്ചതാണ്? സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണ് അല്ലേ? അപ്പം ഓൾ ഓബ്ജക്ട്സ് ആർ എഫക്റ്റഡ് ബൈ gravitational force. If an object falls only due to the influence of gravitational force, only by the influence of gravitational force, then it is called as free fall. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ആണെന്ന് പറയണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫോൾ ആവുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബലം കൊണ്ട് മാത്രമായിരിക്കണം. എങ്കിൽ അതിനെ ഫ്രീ ഫോൾ എന്ന് വിളിക്കാം. Free fall. Okay, now in your textbook you can see that there is a tree, a coconut tree. A coconut is falling from that tree. Okay, you can observe that there is a table given in the side. Please read that table. What is written in that table? Time and velocity of that falling coconut. Time and velocity is given. 0 സെക്കൻഡിൽ എത്ര വെലോസിറ്റിയാണ് അത് അറ്റൈൻ ചെയ്യുന്നത്? 0 millimeter per second ആണ് അറ്റൈൻ ചെയ്യുന്നത്. അറ്റ് 1 സെക്കൻഡ് 10 meter per second അറ്റൈൻ ചെയ്തു. 2 സെക്കൻഡിൽ 20 meter per second. 3 സെക്കൻഡിൽ 30 meter per second.
and 4 സെക്കൻഡിൽ 40 meter per second. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 0 സെക്കൻഡിൽ ദ കോക്കനട്ട് falling down attained a speed of 0 meter per second. At 1 second ഒബ്സർവ് ചെയ്തപ്പം അത് 10 meter per second ആയിരുന്നു. അതേപോലെ 2 സെക്കൻഡിൽ ഒബ്സർവ് ചെയ്തപ്പോൾ 20 meter per second ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഫിഗറിൽ ഈ ടേബിളിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ടൈമും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ. ഒരു ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ ടൈമും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഓക്കെ, now observe the velocity values. What do you see? From 0 in 1 second it became 10. In the next second itself it became 20. Then it became 30 and it became 40. Is there any pattern in increasing velocity? ഒരു പാറ്റേൺ അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഈ വെലോസിറ്റി ഇൻക്രീസ്? 0 in 10, 20, 30, 40. അപ്പോൾ ഡിഫറൻസ് എന്താണ്? 10 meter per secondൻ്റെ ഡിഫറൻസിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം യൂണിഫോംലി ഇൻക്രീസ് ആണ് എന്ത്? വെലോസിറ്റി. 10 meter per second എന്ന് പറയുന്ന വെലോസിറ്റി ഇൻക്രീസ് വരുന്നത് യൂണിഫോംലി ആണ്. അപ്പം നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഉണ്ടല്ലോ, ഉണ്ട്. therefore there is an acceleration present here അല്ലേ? ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് വാട്ട്? കൺസിഡർ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി കൺസിഡർ നമുക്ക് 40 meter per second എന്ന് പറയുന്നത് ഒരു ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. ഇനീഷ്യൽ വെലോസിറ്റി 0 meter per second ആയിട്ട് എടുക്കുക സപ്പോസ്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യുക ബൈ ടൈം. v minus u by t. v is ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ഫൈനൽ വെലോസിറ്റി v ആണ്. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, എനിക്ക് യുവും വിയും ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഹിയർ ഐ എം സപ്പോസിങ് ദാറ്റ് മൈ ഫൈനൽ വെലോസിറ്റി ഈസ് 40 meter per second and I am telling that my initial velocity observed is 0 meter per second. സോ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 40 മൈനസ് 0 ബൈ ടൈം എത്രയാ? 4. അപ്പം 10 meter per second സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ ആണോ? അപ്പം 40 മൈനസ് 0 ബൈ 4 എന്ന് പറഞ്ഞാൽ 10 meter per second സ്ക്വയർ ഈസ് ദ ആക്സിലറേഷൻ അറ്റൈൻഡ് ബൈ ദ ഫോളിംഗ് കോക്കനട്ട്. അപ്പോൾ ഒരു ടേബിൾ വരച്ചിട്ട് ആ ടേബിളിൽ നിന്ന് ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിച്ചത് കണ്ടോ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. വാട്ട് ഈസ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അപ്പോൾ ആ ഡെഫിനിഷൻ വെച്ചിട്ട് ഇത് എഴുതുക. ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? 10 meter per second സ്ക്വയർ ആണ് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് ഇതിനൊരു ടേബിൾ ഫോമാറ്റിൽ ഫോർമുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇതേ പ്രോസസ്സിനെ ഞാനൊരു ടേബിൾ ഫോമാറ്റിലാക്കാം. സിംപ്ലി റൈറ്റ് ഇറ്റ് ഇൻ എ ടേബിൾ ഫോമാറ്റ്. ഹൗ ടു റൈറ്റ് ഇറ്റ്? ഒന്നും ചെയ്യേണ്ട. ടൈം ഇൻ സെക്കൻഡ്സ്, വെലോസിറ്റി ഇൻ യൂണിറ്റ് എന്താണ്? meter per second. okay, draw a table. okay, draw a table. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവ്ഡ് ടൈം എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്? 0 ടൈമിൽ എത്രയാണ് എത്ര വെലോസിറ്റിയാണ് അറ്റൈൻ ചെയ്തത്? 0 സെക്കൻഡിൽ 0 meter per second. 1 സെക്കൻഡിൽ 10 meter per second. 2 സെക്കൻഡിൽ 20 meter per second. ബാക്കി നിങ്ങൾ എഴുതുമോ? 3ൽ എത്ര അറ്റൈൻ ചെയ്തു? 4 സെക്കൻഡിൽ എത്ര അറ്റൈൻ ചെയ്തു? റൈറ്റ് ഇറ്റ് ഡൗൺ. 3ൽ എത്ര അറ്റൈൻ ചെയ്തു? 4ൽ എത്ര അറ്റൈൻ ചെയ്തു? 30. എത്ര എഴുതിയത്? 40. ഇങ്ങനെയായിരുന്നു
ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഇനി ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ് അല്ലേ. വി ക്യാൻ റെപ്രസെൻറ്റ് ഡേറ്റ യൂസിങ് എ ടേബിൾ അല്ലേ. അപ്പം ടേബിൾ മാത്രമല്ല വേറെ ഒരു മാർഗം കൂടിയുണ്ട് ഡേറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഹിയർ വി ആർ റെപ്രസെൻറ്റിംഗ് ഡേറ്റ സച്ച് ആസ് ടൈം ആൻഡ് വെലോസിറ്റി ഇൻ എ ടേബിൾ. വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ദീസ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, ദിസ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം വി വിൽ മൂവ് ഓൺ ടു ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ആദ്യം ഗ്രാഫ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ ടേബിളിനെ തന്നെ നമുക്ക് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്ലി വി നീഡ് ടു നോ ദാറ്റ് വാട്ട് ഈസ് എ ഗ്രാഫ്. GRAPH ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 2-dimensional figure having horizontal axis and a vertical axis. The horizontal axis is called x-axis and the vertical axis is called y-axis. Here the origin is called O. ഞാനൊരു ഹൊറിസോണ്ടൽ ആക്സിസ് ഒരു വെർട്ടിക്കൽ ആക്സിസും ഒരു ഗ്രാഫ് പേപ്പറിൽ ഡ്രോ ചെയ്യണം. എന്നിട്ട് വി നീഡ് ടു നോ ഹൗ ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ഇൻ ദ ഗ്രാഫ്. ഇപ്പം ടൈം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ക്വാണ്ടിറ്റി ടൈം എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആക്സിസിലാണ് എടുക്കുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. ടൈം ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വി റൈറ്റ് ടൈം ഇൻ എക്സ് ആക്സിസ്. നൗ ആ ടേബിളിൽ എന്തായിരുന്നു നേരത്തെ എഴുതിയിരുന്നത്? വെലോസിറ്റി എഴുതിയിരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് വെലോസിറ്റി വേണമെങ്കിൽ എവിടെ എഴുതാം? വൈ ആക്സിസിൽ എഴുതാം. ഇറ്റ് ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും വെലോസിറ്റി എന്ന് പറയുന്നത് വൈ ആക്സിസിലും റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ടൈം 0 കഴിഞ്ഞ് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 1, 2, 3, 4, 5. വെലോസിറ്റി 0 കഴിഞ്ഞ് 10, 20, 30, 40 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ എക്സ് ആക്സിസിനും ഓരോ പെർട്ടിക്കുലർ വൈ ആക്സിസ് ജോയിൻ ചെയ്യണം. ഇപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡിൽ 1 സെക്കൻഡിൽ 10 അല്ലേ, ഇവിടെ ഒരു പോയിൻ്റ് വരും. 2ൽ 20 അല്ലേ, ഇവിടെ ഒരു പോയിൻ്റ് വരും. 3ൽ 30, 4ൽ 40. അപ്പം ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഗ്രാഫായി. ഇതാണ് ഞാനൊരു ചുരുക്കത്തിൽ പറഞ്ഞത് ഹൗ ടു ഡ്രോ എ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി നമുക്ക്. വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റീസ്. ദർ വിൽ ബി എ ക്വാണ്ടിറ്റി ഇൻ എക്സ് ആക്സിസ് ആൻഡ് എ ക്വാണ്ടിറ്റി ഇൻ വൈ ആക്സിസ്. Okay, we will learn about it in detail. Now, we have studied that acceleration is change in velocity by time. അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പോവുകയാണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. യെസ്, വി മൈനസ് യു ബൈ ടി. എ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ആണോ? ആണ്. ഇനി യുവിനെ വി ഇപ്പുറത്ത് കൊണ്ടുപോവാ. വി ഈസ് ഈക്വൽ ടു വാട്ട്? യു അപ്പുറത്ത് കിട്ടും. യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ഇവിടെ നിന്ന് വി സിംഗിൾ ആക്കുക, എന്നിട്ട് യുവിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. സി, ഈ വിയെ താഴോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് യുവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അതാണ് എളുപ്പം. സോ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വന്നില്ലേ? അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് motion. So we have learned our first equation of motion, which is from acceleration. Acceleration is v minus u by t. അതിൽ നിന്ന് a into t is equal to v minus u കിട്ടി. പിന്നെ v യെ ഒറ്റപ്പെടുത്തി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ v is equal to u plus at എന്ന് കിട്ടും. അപ്പോൾ v എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി is equal to u initial velocity plus acceleration into time. Equation of motion, first equation of motion ചോദിച്ചാൽ എന്ത് എഴുതണം? v is equal to u plus at
എന്ന് എഴുതണം. In the next class we will discuss more about graphs. Okay children. Now I am winding up my class. Hope you understood everything. Assalamu alaikum wa rahmatullahi wa barakatuh.